കെഎൽഎ ഇലക്ഷൻ 2026 ആയി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരായി നിയമിച്ചിരിക്കുന്ന എംപ്ലോയീസിന് ഓർഡർ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോട്ടോ എന്നിവ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി ഓർഡർ സോഫ്റ്റ്വെയറിലെ ഹോം പേജിൽ നിന്ന് സൈനിങ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ നോ യുവർ പോസ്റ്റിംഗ് ഓർഡർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ മാത്രമാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച സ്ക്രീനിൽ എംപ്ലോയി രജിസ്ട്രേഷൻ സമയത്ത് രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അടുത്ത കോളത്തിൽ അവിടെ കാണിച്ചിരിക്കുന്ന സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്തതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അടുത്ത സ്ക്രീനിൽ ഒരു വെരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്. നിങ്ങളുടെ രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിലേക്ക് OTP സെൻഡ് ചെയ്യട്ടെ എന്നാണ്. അവിടെ വെരിഫൈ മൊബൈൽ നമ്പർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP നമ്പർ ഇപ്പോൾ കാണിക്കുന്ന പോപ്പ് വിൻഡോയിലെ കോളത്തിൽ എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. തൊട്ടടുത്ത സ്ക്രീനിൽ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജിനോടൊപ്പം നിങ്ങളുടെ യൂസർ നെയിം ആയ മൊബൈൽ നമ്പറും ഡിഫോൾട്ട് പാസ്വേഡും കാണാവുന്നതാണ്. ഈ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് തൊട്ട് താഴെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഓർഡർ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യുന്നത് എങ്കിൽ അടുത്തത് ചേഞ്ച് പാസ്വേഡ് എന്ന സ്ക്രീനിലേക്ക് ആയിരിക്കും പോവുക. അവിടെ നിങ്ങളുടെ ഡിഫോൾട്ട് പാസ്വേഡ്, കറന്റ് പാസ്വേഡ് എന്ന കോളത്തിൽ കൊടുക്കുകയും നിങ്ങളുടെ പുതിയ പാസ്വേഡ്, ന്യൂ പാസ്വേഡ്, കൺഫേം ന്യൂ പാസ്വേഡ് എന്നീ കോളങ്ങളിൽ കൊടുത്തതിനു ശേഷം ചേഞ്ച് പാസ്വേഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യൂ. സക്സസ്ഫുള്ളായ ഒരു ലോഗിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് എംപ്ലോയിയുടെ ഡാഷ് ബോർഡ് ആയിരിക്കും. അവിടെ റിപ്പോർട്ട്, ഡേറ്റ് അപ്ഡേഷൻ, സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെ 3 പ്രധാന മെനുകൾ കാണാൻ സാധിക്കും. റിപ്പോർട്ട് മെനുവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച നിയമന ഉത്തരവിന്റെ കോപ്പി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഒരാൾക്ക് തന്നെ പല പോസ്റ്റിംഗ് ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് എല്ലാം തന്നെ ഈ മെനുവിന്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സബ് മെനുവിലും ക്ലിക്ക് ചെയ്താൽ അതിന് കറസ്പോണ്ടിംഗ് ആയ ഓർഡറുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഡേറ്റ് അപ്ഡേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന സബ്മെനുകളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണുവാനും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ഡേറ്റ് അപ്ഡേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന സബ്മെനുകളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണുവാനും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. ഡേറ്റ് അപ്ഡേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന സബ്മെനുകളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണുവാനും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഫോട്ടോ എന്നിവ അപ്ലോഡ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തതായി സർട്ടിഫിക്കറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ പങ്കെടുത്ത ട്രെയിനിങ്ങുകളുടെയും ഇലക്ഷൻ ഡ്യൂട്ടിയുടെയും ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി പറയുന്നത് രജിസ്ട്രേഡ് മൊബൈൽ നമ്പർ യൂസ് ചെയ്തു നോ യുവർ പോസ്റ്റിംഗ് ഓർഡർ ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ എറർ മെസ്സേജ് കാണിക്കുന്നത് എന്തുകൊണ്ട് ആണ് എന്നാണ്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓൾറെഡി ഒരു രജിസ്ട്രേഡ് എംപ്ലോയി ആണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ സെറ്റ് ചെയ്ത് പാസ്വേഡും രജിസ്ട്രേഡ് മൊബൈൽ നമ്പറും യൂസ് ചെയ്ത് ലോഗിൻ ഓപ്ഷൻ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. പാസ്വേഡ് മറന്നുപോവുകയോ ഇൻവാലിഡ് പാസ്വേഡ് ഇന്ന് മെസ്സേജ് കാണിക്കുന്നു എങ്കിൽ ലോഗിൻ സ്ക്രീനിൽ ഉള്ള ഫോർഗോഡ് പാസ്വേഡ് യൂസ് ചെയ്തു നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. പാസ്വേഡ് മറന്നുപോവുകയോ ഇൻവാലിഡ് പാസ്വേഡ് ഇന്ന് മെസ്സേജ് കാണിക്കുന്നു എങ്കിൽ ലോഗിൻ സ്ക്രീനിൽ ഉള്ള ഫോർഗോഡ് പാസ്വേഡ് യൂസ് ചെയ്തു നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്തതിനു ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഡ് മൊബൈൽ നമ്പറിൽ വരുന്ന OTP നമ്പർ കൊടുത്തതിനു ശേഷം മാത്രമേ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
രണ്ടാമത്തെ കാരണം നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത സമയത്ത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ നമ്പർ നിങ്ങളുടെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എങ്കിൽ ഈ ഇറർ കാണിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലോഗിൻ ചെയ്യുന്നതിനായി ഉപയോഗിച്ച് ഈ ഫോൺ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ഓർഡർ സോഫ്റ്റ്വെയറിൽ ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്തു കഴിഞ്ഞ് ലഭിക്കുന്ന ഡാഷ്ബോർഡിൽ വലത് സൈഡിൽ മുകളിലായി കാണിക്കുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓപ്പറേറ്റ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിൻ എന്നും ഓപ്പറേറ്റ് ആസ് പോളിംഗ് ഓഫീഷ്യൽ എന്ന 2 ഓപ്ഷനുകൾ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് പോളിംഗ് ഓഫീസർ പ്രൊഫൈലിലേക്ക് സ്വിച്ച് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.